ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോം ബേക്കർ എന്ന നിലയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ഈ ഒരു ഹോം ബേക്കിങ്ങിൻ്റെ ജേർണിയിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും അതിന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള സൊല്യൂഷനുമൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അതൊരു പ്രയോജനമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് അല്ലെങ്കിൽ മുട്ടയുടെ ബാറ്ററുമായിട്ട് യോജിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ സാവകാശത്തിൽ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ തന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന മുട്ടയും പാലും എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ശ്രദ്ധിക്കണം, തണുത്ത സാധനങ്ങൾ എന്തുപയോഗിച്ചാലും നമ്മുടെ ഈ ബാറ്റർ താഴേക്ക് പോകാൻ കാരണമാവും. ചിലർ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ട്. അതൊന്നും അങ്ങനെ വെക്കരുത്, വെളിയിൽ തന്നെ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി അടുത്ത ഒരു പ്രോബ്ലമാണ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലൊരു നനവുണ്ടാകുക എന്നുള്ളത്. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഓയിൽ മിക്സ് ആകാത്തതാണ്. ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ പഠിക്കുന്ന ഉടനെ അവർ പറയും ഓയിൽ ഒത്തിരി ബീറ്റ് ചെയ്ത് ഓവർ ബീറ്റ് ആക്കി കളയല്ലേ എന്ന്. ആ പറയുന്നതിനർത്ഥം ബീറ്റ് ആക്കരുതെന്നല്ല. അതായത് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു 1 സ്പീഡിലിട്ട് നല്ലതുപോലെ ഓയിൽ മിക്സ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഈ ഓയിൽ ഇരുന്നിട്ട് നനവ് പടരും. ഓയിൽ ഒഴിക്കുന്നത് ബാറ്ററിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഇങ്ങനെ ചുറ്റിച്ച് ബാറ്ററിലേക്ക് ഒഴിക്കാനെ കൊണ്ട് ശ്രദ്ധിക്കണം. ഒരേ സൈഡിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ അവിടെ തന്നെ അങ്ങനെ കിടക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേക്ക് ബേക്ക് ആയില്ല എങ്കിൽ, കറക്റ്റ് ടെമ്പറേച്ചറിലിട്ട് കേക്ക് ബേക്ക് ആയില്ല എങ്കിൽ ഈ നനവുണ്ടാവും. നമ്മൾ നോക്കുന്ന ഉടനെ ആദ്യത്തെ ഫസ്റ്റ് ടൈം ഒന്നും ബേക്കിങ് നമുക്ക് കറക്റ്റ് കേക്കിൻ്റെ ബേക്ക് ആയ ടൈമൊന്നും മനസ്സിലാവില്ല. ഒരു 2-3 തവണ ചെയ്യുമ്പോഴാണ് നമുക്ക് കേക്ക് ബേക്ക് ആവുന്നതിൻ്റെ അതിൻ്റെ ഒരു ടെക്സ്ചർ മനസ്സിലാവുന്നത്. ആദ്യം നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് അത് നല്ല സൂക്ഷിച്ച് നോക്കണം. നനവ് വല്ലോ അതിലുണ്ടോ? നനവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കേക്ക് ബേക്കായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ടൈം വെച്ച് ബേക്കായി കറക്റ്റ് ബേക്കിങ്ങിൽ എടുത്തില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കേക്ക് നനവ് പടരുന്നത് പോലെ തോന്നും. ഷുഗർ പൗഡർ ഉപയോഗിച്ചാൽ വേഗം ഈ ബാറ്ററിൽ ഇതങ്ങ് മിക്സ് ആവും, അല്ലെങ്കിൽ മുട്ടയുമായിട്ട് വേഗം ഷുഗർ മിക്സ് ആവും. ഇനി ക്രിസ്റ്റലായിട്ട് തന്നെയാണ് നമ്മൾ ഷുഗർ എടുക്കുന്നതെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കും ഇത് മിക്സായി വരാൻ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓവർ ബീറ്റായി പോകുമ്പോൾ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും, മതിയെന്ന് വിചാരിക്കും. ആ സമയത്ത് ഈ ഷുഗർ എല്ലാം കൂടെ ഒന്നെങ്കിൽ താഴെ വന്ന് അടിഞ്ഞ് കേക്കിൻ്റെ അടിവശത്ത് വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കേക്ക് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരു നനവ് പോലെ കേക്കിൽ രൂപപ്പെടും. അപ്പം ഇത്രയും കാരണങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത പ്രോബ്ലമാണ് കേക്ക് പൊട്ടിപ്പോകുക എന്നുള്ളത്. അതായത് കേക്ക് നല്ല പൊന്തി വന്നിട്ട് ആ മുകൾ ഭാഗം ഇങ്ങനെ വന്നിട്ട് പൊട്ടി പോവുക എന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുക എന്നുള്ളതാണ്. നമ്മുടെ ഓവൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് ഇട്ടിട്ട് ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് ലോങ് ടൈം നമ്മൾ ബേക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത് കവറൊക്കെ മാറ്റിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും ആ കവറിന് മുകളിലെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതിൻ്റെ എന്ന് വരെ ഉപയോഗിക്കാമെന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ കട്ട് ചെയ്ത് ഈ നമ്മുടെ കണ്ടെയ്നറിൽ ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വയ്ക്കുക. കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് ആക്ട് ചെയ്യാതെ വരും. അങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോഴും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ കേക്ക് എന്ത് ചെയ്യും, പൊട്ടിപ്പോകാൻ ഇടയാകും. ഇനി ബേക്കിംഗ് സോഡ കൂടിപ്പോയാലും ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ എപ്പോഴും നിശ്ചിത അളവിൽ, എത്ര അളവിലാണോ ആ കേക്കിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ എടുക്കാവൂ. ഇനി നമ്മൾ ബാറ്റർ കൂടുതലും പാൻ ചെറുതുമാണെങ്കിലും നമ്മുടെ കേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ്. കേക്കിന് കട്ടി കൂടാൻ കാരണം
വെറ്റ് ഇൻഗ്രീഡിയൻസ് കുറവും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അളവിൽ കൂടാതെ നമ്മൾ ഇട്ടും കഴിഞ്ഞാൽ കേക്കിനെ കട്ടി കൂടുതലായിട്ട് സോഫ്റ്റ് ആകാതെ വരും. പിന്നെ കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം, അല്ലെങ്കിലും കേക്കിന് കട്ടി കൂടുതൽ വരും. ഇനി അടുത്തത് കട്ടി കൂടാൻ ഒരു കാരണമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടിപ്പോകും, സോഫ്റ്റ് ആകാതെ വരും. അപ്പോൾ എല്ലാ അളവുകളും കൃത്യമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടാൻ ഏറ്റവും എളുപ്പം. ഇനി അടുത്തൊരു പ്രശ്നമാണ് കേക്ക് പാനിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളത്. അത് ഓയിൽ കൂടിക്കഴിഞ്ഞാൽ കേക്ക് ഒട്ടിപ്പിടിക്കും, ഓയിൽ മിക്സ് ആയില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഷുഗർ കൂടി കഴിഞ്ഞാൽ കൂടുതലായിട്ടും മിക്സ് ആകാതെയും വന്നു കഴിഞ്ഞാൽ കേക്ക് പാനിൽ ഒട്ടിപ്പിടിക്കും. കേക്ക് എപ്പോൾ ചെയ്താലും നമ്മൾ ബട്ടർ പേപ്പർ അടിയിലിട്ടിട്ട് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ല, ബാറ്റർ പേപ്പർ ഇല്ല എങ്കിൽ നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിൽ മൈദയുടെ പൊടി തട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മൾ. അടുത്തൊരു പ്രശ്നമാണ് മുട്ടയുടെ മണം കേക്കിന് വരുന്നു എന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എഗ്ഗ് ബീറ്റ് ആകാത്തത് തന്നെയാണ്. കാരണം കറക്റ്റായിട്ട് എഗ്ഗ് ബീറ്റ് ആയിക്കഴിഞ്ഞാൽ മുട്ടയുടെ ഒരു സ്മെല്ലും കേക്കിന് വരില്ല. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വാനില എസൻസും സോൾട്ടും കൂടെ അതിലേക്ക് ഇട്ടിട്ട്, അതായത് പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അതൊന്നും പതഞ്ഞ് വരും. ആ പതഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഷുഗർ കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഈ ഷുഗർ ഇതിൽ അലിഞ്ഞ് ചേരണം. പഞ്ചസാരയ്ക്ക് ഒരു ഗുണമുണ്ട്. പഞ്ചസാര മുട്ടയിലേക്ക് അലിഞ്ഞ് ചേർന്നത് ഫ്ലഫി ആയിട്ട് വരുമ്പോഴത്തേന് മുട്ടയുടെ മണം അതവിടെ പാടെ മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഈ പഞ്ചസാര മുട്ടയ്ക്കകത്തേക്ക് നമ്മളിട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പം പഞ്ചസാര നല്ലതുപോലെ ബീറ്റ് ആയില്ല എങ്കിൽ നമുക്ക് മുട്ടയുടെ മണം കേക്കിൽ വരും. ഇനി രണ്ടാമത്തേത് വാനില എസൻസ് ഒഴിക്കുന്നത് മുട്ടയുടെ ആ രൂക്ഷമായിട്ടുള്ള മണം പോയിട്ട് നല്ലൊരു ഫ്ലേവേർഡ് മണം ഈ വാനില എസൻസിന്. എന്ത് എസൻസ്, വാനില എസൻസ് ആയിക്കോട്ടെ, ഏത് കേക്കാണോ, പൈനാപ്പിൾ എസൻസ് അത് ഏത് കേക്കാണോ അതിൻ്റെ എസൻസ് ഒഴിക്കുന്നത് ഈ മുട്ടയുടെ മണം പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനി മുട്ടയുടെ മണം ഇനിയും പോകുന്നില്ല എങ്കിൽ ഒരു ടിപ്പുണ്ട്. ഇനി ഏറ്റവും വലിയൊരു ടിപ്പെന്ന് പറയുന്നത്, ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മുട്ടയുടെ മണം മാറുന്നില്ല എങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനിഗർ, ആസിഡിൻ്റെ ഗ്രൂപ്പിലുള്ളതാണല്ലോ, അതിലെന്തെങ്കിലും ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ മണം പാടെ മാറിക്കിട്ടും. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ വിനിഗറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ്, പാനിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് മാത്രമാണ് നമ്മൾ ഈ വിനിഗർ ഒരു 1/2 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് മുട്ടയുടെ ഒരു മണവും ആ കേക്കിൽ ഉണ്ടാകത്തില്ല. ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു സംശയമാണ് ഹാൻഡ് ബീറ്റർ, സ്റ്റാൻഡ് ബീറ്റർ, പിന്നെ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ഏതാണ് നല്ലതെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാൻഡ് ബീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് സാധാരണ ബേക്കിംഗ് തുടങ്ങുന്നവർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്തായാലും ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കേക്ക് സെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൈക്ക് വേദന വരും. അത്യാവശ്യം ഇത് ബീറ്റായി വരത്തുമില്ല. കുറേ സമയം എടുത്താലാണ് നമുക്ക് ഇതൊന്ന് ബീറ്റാക്കി എടുക്കാം. എങ്കിലും നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ബേക്കിംഗ് ചെയ്ത് പുറത്തോട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചിട്ടോ ഹാൻഡ് വിസ്ക് കൊണ്ടിട്ടോ പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അപ്പം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം വില കുറവാണ് ഹാൻഡ് ബീറ്റർക്ക്, ഒരു 1000-നകത്ത് വിലയിലൊക്കെ ഉള്ള ബീറ്ററൊക്കെ കിട്ടും. അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ടൈം അതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അങ്ങനെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യമായിട്ടും ഒരു ഹാൻഡ് ബീറ്റർ വാങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കത് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഹാൻഡ് ബീറ്റർ വാങ്ങിക്കഴിഞ്ഞിട്ടാണ്. കേക്കിൽ മുട്ടയുടെ മണമില്ലാതെ കേക്ക് സ്പഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഹാൻഡ് ബീറ്റർ തന്നെ വേണം. അടുത്തൊരു സംശയമാണ് കേക്ക് ബേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നതിന് നമുക്ക് ഓവൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ഓവൻ വാങ്ങിയിട്ടില്ലായിരുന്നു. ധൃതി പിടിച്ച് വാങ്ങേണ്ട ഒരു കാര്യമല്ല. ബേക്കിങ്ങിൽ
ഓവൻ എന്ന് പറയുന്നത്. ഇപ്പോഴും അനേകം ആൾക്കാർ നമ്മൾ ഓവൻ സെറ്റപ്പിൽ കേക്ക് ബേക്ക് ചെയ്യുന്നവരുണ്ട്. പാത്രത്തിൽ, വലിയ പാത്രങ്ങളിൽ കേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്ത് നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രം ഓവൻ വാങ്ങാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഹാൻഡ് ബീറ്റർ നമുക്ക് അത്യാവശ്യമാണ് ഒരു ഹോം ബേക്കർക്ക്. പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. അതിന് മറുപടി പറയുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് ബേക്കറികളിലും ഒക്കെ സെയിൽ ചെയ്യാൻ ഓർഡർ പിടിക്കുന്നതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.